ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പെട്രോളിൻ്റെ സ്മെല്ലുണ്ട്, അതേപോലെ ബ്രേക്ക് അഡ്ജസ്റ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി നോക്കുമ്പോൾ എൻ്റെ കാർബറേറ്ററൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിരുന്നു. കാർബറേറ്റർ അസംബ്ലി നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചാണ്. പിന്നെ അതിൻ്റെ ഇവിടെ തന്നെ പെട്രോളിൻ്റെ ടാപ്പ്, അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്രോൾ ടാപ്പ് മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട്. 2 പൈപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാർബറേറ്ററിൻ്റെയാണ് മെയിൻ കംപ്ലൈൻറ്റ് ആയിരുന്നത്. ഇതാണ് നമ്മുടെ അതിൻ്റെ മാറ്റിയേക്കണ കാർബറേറ്റർ അസംബ്ലി. പിന്നെ അത് കൂടാതെ നമ്മൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റിയിട്ടുണ്ട്. ഈ ആക്സിലേറ്റർ കേബിൾ പുതിയത് ഇട്ടുണ്ട്, കാരണം മറ്റേ പഴയത് നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ചോക്കിൻ്റെ കേബിൾ, ഈ ചോക്ക് കേബിളും മാറ്റി പുതിയതിട്ടാണ്. ചോക്ക് കേബിളൊക്കെ ഇടയ്ക്ക് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അപ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകുമ്പോൾ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ചോക്ക് വർക്ക് ചെയ്യാണ്ടിരുന്നാൽ വീണ്ടും ഇതേപോലെ തന്നെ കേബിൾ ടൈറ്റായി പോകും. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. വർക്ക് ചെയ്യിക്കണത് ശ്രദ്ധിച്ചേക്കാം. പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞാൽ തൽക്കാലം ബ്രേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേപ്പാട് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കേബിളുകൾ അടക്കം മാറ്റിയിട്ട് വരും, കാരണം ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളൊക്കെ ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള മെയിനായിട്ടുള്ളൊരു കേസ്. അപ്പോൾ ബാക്കിയത്തെ വർക്കുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വേണ്ടി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.